നമസ്കാരം. അമേരിക്കയും കാനഡയും തമ്മിലുള്ള വിഷയം വഷളാവുകയാണ്. അവർ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ വിള്ളൽ വീണു കഴിഞ്ഞിരുന്നു. അതായത് ട്രംപ് അധികാരത്തിൽ എത്തിയതിന് ശേഷം കാനഡയുമായി വലിയ സൗഹൃദത്തിലല്ല എന്ന് മാത്രമല്ല, കാനഡയെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പല പ്രസ്താവനകളും ട്രംപ് നടത്തുകയും ചെയ്തു എന്ന് നമുക്കറിയാം. കാനഡ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള 5 ഐസ് എന്ന് പറയുന്ന ഒരു ഇന്റലിജൻസ് കൂട്ടായ്മ, രഹസ്യാന്വേഷണ സംഘടനകളുടെ ഒരു കൂട്ടായ്മയാണിത്. CIA ആണ് ഇതിനെ നയിക്കുന്നത്. അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK, ന്യൂസിലൻഡ് എന്നീ 5 രാജ്യങ്ങളുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഉൾക്കൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് ഈ 5 ഐസ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ കൂട്ടായ്മ. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭമായ അല്ലെങ്കിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ് ഇത് എന്ന് പലരും അംഗീകരിക്കുന്നുണ്ട്. കാരണം ഇവർ 5 പേരും ചേർന്നാൽ ലോകത്തിലെ പല രഹസ്യങ്ങളും ചോർത്തിയെടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പരസ്പരം കിട്ടുന്ന വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചുകൊണ്ട് അവരവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും പല ഘട്ടങ്ങളിലും ലോകത്തിൻ്റെ സുരക്ഷയ്ക്കും ആവശ്യമായ പല വിവരങ്ങളും ഇവർ ചോർത്തിയിട്ടുണ്ട്. അത് പല രാജ്യങ്ങളെയും സംരക്ഷിച്ചിട്ടുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പോപ്പുലറായിട്ടുള്ള, ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ് ഈ 5 ഐസ് എന്ന് പറയുന്നത്. ഇന്ത്യക്കെതിരെ കാനഡ ഉയർത്തിയ ചില ചോദ്യങ്ങൾ, അതും ഈ 5 ഐസിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. അതായത് ഹർദീപ് സിംഗ് നിജ്ജാർ എന്ന് പറയുന്ന ഒരു ഭീകര പ്രവർത്തകൻ അല്ലെങ്കിൽ ഭീകരനെ കാനഡയിൽ വെച്ച് കൊലപ്പെടുത്തിയതിനു പിന്നിൽ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളാണ് എന്ന് വിവരം ലഭിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിവരം കാനഡയ്ക്ക് നൽകിയത് ഈ പറയുന്ന 5 ഐസ് എന്ന് പറയുന്ന രഹസ്യാന്വേഷണ കൂട്ടായ്മയാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈ-5 എന്ന് പറയുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ നിന്നും കാനഡയെ പുറത്താക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ അമേരിക്ക നടത്തുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അമേരിക്കയുടെ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ചുള്ള നീക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇനി കാനഡ ഈ ഗ്രൂപ്പിൽ വേണ്ട എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ് എന്ന് നമുക്കറിയാം. ട്രംപും അതുപോലെ തന്നെ ട്രൂഡോയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണ്. പക്ഷേ അതിനും അപ്പുറം ഇത് മറ്റൊരു തലത്തിലേക്ക് വ്യാപിക്കുകയാണ്. കാരണം ഈ കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ കാലാവധി ഏതാണ്ട് അവസാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം മാർച്ച് 9 പുറത്താവുകയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തു നിന്നും. അപ്പോൾ പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും അമേരിക്ക കാനഡയ്ക്കെതിരെ സ്വരം കടുപ്പിക്കുന്നത്? ആദ്യം ട്രംപ് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, കാനഡ അതിനെ ഒരു പ്രത്യേക രാജ്യമായിട്ടൊന്നും കണക്കാക്കാൻ കഴിയില്ല, വേണമെങ്കിൽ കാനഡ ഞങ്ങളുടെ 51ാമത്തെ ഒരു സംസ്ഥാനമായി മാറിക്കോട്ടെ. ഇപ്പോൾ അമേരിക്കയ്ക്ക് 50 സംസ്ഥാനങ്ങളുണ്ട്, 51ാമത്തെ സംസ്ഥാനങ്ങളായി മാറിക്കോട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നത്. ആദ്യം പലരും അതൊരു തമാശയായി കണ്ടുവെങ്കിലും ട്രംപ് ഇക്കാര്യത്തിൽ സീരിയസ് ആണ് എന്നാണ് പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും തെളിയിച്ചത്. അദ്ദേഹവുമായി ചർച്ച ചെയ്യാനെത്തിയ ജസ്റ്റിൻ ട്രൂഡോയെ അദ്ദേഹം ഗവർണർ ട്രൂഡോ എന്നാണ് വിശേഷിപ്പിച്ചത്. മാത്രമല്ല പിന്നീട് പുതുവത്സരാശംസകൾ നേരുന്ന സമയത്തൊക്കെ ജസ്റ്റിൻ ട്രൂഡോയെ അദ്ദേഹം ഗവർണർ ട്രൂഡോ എന്ന് വിശേഷിപ്പിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കാനഡയെ പിടിച്ചെടുത്തേ മതിയാകൂ എന്ന ഒരു നിലപാടിലാണ്. അല്ല എങ്കിൽ അങ്ങനെ ഒരു രാജ്യമെന്ന സ്റ്റാറ്റസ് കാനഡയ്ക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോഴിതാ ഈ 5 ഐസിൽ നിന്നും പുറത്താക്കാനുള്ള നീക്കം നടക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ ഈ ആവശ്യം അംഗീകരിക്കാത്തതിൻ്റെ പേരിൽ കാനഡയ്ക്ക് അല്ലെങ്കിൽ കാനഡയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി താരിഫ് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നു. അതുതന്നെ കാനഡയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടലൊടിക്കുന്നതാണ്. അങ്ങനെ ചെയ്യരുത് എന്ന് ജസ്റ്റിൻ ട്രൂഡോ അഭ്യർത്ഥിച്ചു. പക്ഷേ അപ്പോഴും അമേരിക്ക പറഞ്ഞത്, അല്ലെങ്കിൽ ട്രംപ് പറഞ്ഞത്, ഞങ്ങളുടെ പണമില്ലാതെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങളുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റിക്കോളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ട്രംപ് ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. അദ്ദേഹം നികുതി ഭാരം അടിച്ചേൽപ്പിക്കുക മാത്രമല്ല, മറ്റ് ചില പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട് കാനഡയ്ക്കെതിരെ എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ പറയുന്ന ഇൻ്റലിജൻസ് കൂട്ടായ്മയിൽ നിന്നും കാനഡ പുറത്തു പോയാലും ആ കൂട്ടായ്മയ്ക്ക് വലുതായൊന്നും സംഭവിക്കാനില്ല. പക്ഷേ കാനഡയുടെ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ അംഗമായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരുന്നു. പക്ഷേ അമേരിക്ക ഇങ്ങനെ ഒരു നീക്കം തുടങ്ങിയാൽ ഈ 5 ഐസ് എന്ന് പറയുന്നത് 4 ഐസായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. എന്തായാലും ഇന്ത്യക്കെതിരെ അമേരിക്കയെ കൂട്ടുപിടിച്ച് പടവാളെടുത്ത് യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ട കാനഡയുടെ അവസ്ഥ ഇപ്പോൾ അമേരിക്കയുടെ കൈകൊണ്ട് തന്നെ അവസാനിക്കും എന്ന ഒരു നിലയിലേക്ക് മാറുകയാണ്. ഇൻ്റലിജൻസ് കൂട്ടായ്മയിൽ നിന്ന് പോലും കാനഡ പുറത്താകുമ്പോൾ ഇനി അമേരിക്ക കാനഡ ബന്ധം ഏത് തലത്തിലേക്ക് പോകും, പ്രത്യേകിച്ചും കാനഡയിൽ പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ എന്നത് ഇപ്പോഴും വലിയ ചോദ്യചിഹ്നമായി തന്നെ നിലനിൽക്കുകയാണ്.
വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.